മലയാള സിനിമയ്ക്ക് ആക്ഷൻ കാഴ്ചയുടെ നവ്യാനുഭവം പകർന്ന സംവിധായകനായിരുന്നു ദീപൻ. അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത സിനിമയാണ് സത്യ. ഒട്ടേറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ആക്ഷൻ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ജയറാമിൻ്റെ ആഗ്രഹം സഫലമാക്കിയ ചിത്രമായിരുന്നു സത്യ. ഏറെ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രത്തിൽ ദീപൻ്റെ അവസാന ചിത്രം എന്ന നിലയിൽ പോലും പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനായില്ല. വിഷുവിന് ശേഷം ആദ്യ വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രം വിഷു ചിത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു. മോഹൻലാലിൻ്റെ ചിത്രം 1971 ബിയോണ്ട് ബോർഡേഴ്സിനൊപ്പം ഏപ്രിൽ 7 റിലീസ് നിശ്ചയിച്ച ചിത്രം പിന്നീട് റിലീസ് ഏപ്രിൽ 20 മാറ്റുകയായിരുന്നു. ആദ്യ ദിനം 26 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ നിന്ന് നേടിയ ഗ്രോസ് കളക്ഷൻ. റിലീസ് കേന്ദ്രങ്ങളിൽ 10 ദിവസം തികച്ച് കളിക്കാനുള്ള യോഗം സത്യയ്ക്കുണ്ടായില്ല. ഇക്കുറി എത്തിയ വിഷു ചിത്രങ്ങളെല്ലാം വൈഡ് റിലീസിന് ശ്രമിച്ചതുകൊണ്ട് അധികം തിയേറ്ററിലെത്താൻ സത്യയ്ക്ക് സാധിച്ചില്ല. 200-ൽ അധികം തിയേറ്ററിൽ ബാഹുബലി 2 റിലീസിനെത്തിയോടെ സത്യ പ്രധാന കേന്ദ്രങ്ങൾ വിട്ടു. ഒരാഴ്ചയോളം തിയേറ്ററിൽ പ്രദർശനം നടത്തിയിട്ടും സത്യ വളരെ ദയനീയമായ കളക്ഷനാണ് നേടിയത്. 76 ലക്ഷം രൂപയാണ് ഇതുവരെ സത്യയ്ക്ക് നേടാനായത്. സമീപകാലത്ത് ജയറാം ചിത്രങ്ങളും ദീപൻ ചിത്രങ്ങളും തുടരുന്ന ബോക്സ് ഓഫീസിൻ്റെ തകർച്ചയായിരുന്നു ഈ ചിത്രവും. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.